ഹായ് ഹലോ. അപ്പം എണീറ്റു, ദേവാജുവിനെ സ്കൂളിൽ പറഞ്ഞു വിട്ടു. കുഞ്ഞാവ് തന്നെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. ഞാൻ എന്തോ ചെയ്യുന്നതെന്ന് നോക്കിയിരിക്കും. പക്ഷെ ഇനിയിപ്പം ആശുപത്രിയിലോട്ട് പോവാൻ റെഡിയാവാൻ പോവാണ്. എന്തുവാ പിയ 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 എങ്ങനെ ചേച്ചി? എങ്ങനെ എങ്ങനെ എന്നാ പറഞ്ഞേ? എന്ത് പിയ 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 പിയ. ഇനി എനിക്കറിയത്തില്ല, സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. പക്ഷെ കുറച്ച് ഉറങ്ങിയുള്ളൂ. അതുകൊണ്ട് ആ പെയിൻറ്റ് കുറച്ച് പുറകിലിരിപ്പുണ്ട്. ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് അത്ര ഇതാക്കാൻ പറ്റിയില്ല. എങ്കിലും മറ്റേ പെയിൻറ്റിങ്സ് എന്തെങ്കിലും കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റി. സാറിൻ്റെ ഹെൽപ്പ് ഉള്ളതുകൊണ്ട്. ഇത് സാറിൻ്റെ ഹെൽപ്പ് എടുക്കാതെ തന്നെ ഞാൻ തന്നെ ചെയ്തത്. അതുകൊണ്ട് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ജസ്റ്റ് അതൊന്ന് ടച്ചപ്പ് ചെയ്യണം, എങ്കിൽ ശരിയാത്തുള്ളൂ. ഈജിയുടെ റിപ്പോർട്ടിൻ്റെ കാര്യം എൻ്റെ ഭഗവാനെ ഞാൻ വിട്ടുകൊടുത്തേക്കാം. ശ്രീരാമനും എൻ്റെ ശിവനച്ഛനും. അതെന്ത് ആകുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, സത്യം പറഞ്ഞാൽ. ഇതുവരെ എടുത്തിട്ടുള്ളതിലെല്ലാം നോർമലാണ്. ഈ പ്രാവശ്യം എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതുമില്ല. ഭഗവാൻ തീരുമാനിക്കട്ടെ, അല്ലാതെ നമ്മളെന്ത് ചെയ്യാൻ? ഭഗവാനല്ല ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഓരോ കാര്യങ്ങൾ നമുക്ക് സാധിപ്പിച്ചു തരുന്നത്. നമുക്ക് ആവശ്യമുള്ളതാണെന്ന് ഭഗവാന് തോന്നിയെങ്കിലല്ലേ ഭഗവാൻ അത് തരത്തുള്ളൂ. അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പം ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. തല ഞാനിപ്പം കഴുകി എടുത്തു. ഇനി ഇതൊന്ന് ഹെയർ ഡ്രയർ വെച്ചൊന്ന് പിടിക്കണം. അല്ലെങ്കിൽ പിന്നെ മറ്റേ ബ്രഷ് വെച്ചൊന്ന് പിടിച്ചാൽ മതി. ഇതാകുമ്പം മുടി സ്റ്റൈലായിട്ട് കിടക്കുകയും ചെയ്യും. അതിലെ നല്ലത്. ഞങ്ങളിവിടെ ഒരു 10 മണിയാക്കിയപ്പോഴത്തേക്കും വന്നു കഴിഞ്ഞിട്ട് പുതിയ ബിൽഡിങ് പണിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം 10 മണിയായപ്പോഴത്തേ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഈച്ച എടുക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അതിൻ്റെ പുറകെയായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്ക്. നേരത്തെ ഞാനിവിടെ വർക്ക് ചെയ്യുമ്പോൾ ഇത്രയും തിരക്ക് ഞാൻ കണ്ടിട്ടില്ല, സത്യം പറഞ്ഞാൽ. പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഞാനിവിടെ വരുമ്പം ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫസ്റ്റ് വന്നതിൻ്റെ. ഇനിയിപ്പം ഡോക്ടറിനെ കാണാനായിട്ട് പോവുകയാണ്. 100 വാർഡിലാണേ. അപ്പം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇങ്ങനെ, എപ്പോൾ വിളിക്കും എന്നുള്ളത്. ഇനി കുറച്ച് പേഷ്യൻസും കൂടെ ഉള്ളൂ. ഈ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഡോക്ടർ നോക്കുവാണെന്നാണ് പറയുന്നത്. എന്തുമായിരിക്കുമെന്ന് ഭഗവാൻ അറിയാം. അപ്പം ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടിപ്പം കുറച്ച് നേരം, ഒരു 10-15 മിനിറ്റായി. ഇവിടെ ഒരാൾ പാടി ഒഴിച്ച് കിടന്ന് ഉറങ്ങി. എന്താ പറയുക, ഈജി എടുത്തു, റിസൾട്ട് കിട്ടി. അതിനകത്തങ്ങ് ഒരു കുന്തവും ഇല്ല, ഒന്നുമില്ല, ഒരു ഇതും ഇല്ല. അങ്ങനെ മരുന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്തു 3 മാസത്തേക്ക്. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് വരുന്നു എന്നുണ്ടെങ്കിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നോക്കിയിട്ട് സാധാരണ ഇങ്ങനെ സീഷർ അല്ലെങ്കിൽ ഇത് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ EG നോക്കിയാൽ അതിനകത്ത് കാണും, MRI നോക്കി അതിനകത്ത് കാണും. ഇത് രണ്ടും നോക്കിയിട്ട് അതിനകത്തില്ല. അപ്പോൾ പിന്നെ എനിക്കെന്താ? അപ്പം ഞാൻ കാര്യം പറഞ്ഞു. എനിക്ക് വരുന്ന പ്രശ്നം ഇതാണ്. ഞാൻ എപ്പോഴേലും രാത്രി ഉറങ്ങുമ്പോൾ സ്വപ്നം കാണും. അതെപ്പോഴേലും ഏതെങ്കിലും ഒരു സമയം നടക്കുന്ന സമയത്ത് എനിക്ക് വൈബ്രേഷൻ കയറും. അതും ഈ വലത്തെ കയ്യിലായിരിക്കും വൈബ്രേഷൻ കയറുന്നത്. 2-3 സെക്കൻഡ് നിൽക്കും. ഇത്രയേ ഉള്ളൂ സംഭവം. അതിനാണ് ഇപ്പം ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹോസ്പിറ്റൽ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എൻ്റെ അസുഖം എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ച പലരും ഉണ്ട്. അവരോടും കൂടെ ഉള്ളൊരു ഉത്തരവാണ്. എനിക്ക് അസുഖമെന്ന് പറയുന്ന സാധനമില്ല എന്ന് ഡോക്ടർ പല ഡോക്ടേഴ്സും പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നോക്കിയതിന് വേറെ വിശേഷങ്ങളുമായിട്ട് കാണാം. ജസ്റ്റിനൊക്കെയുള്ളൊരു റിപ്ലൈ ഉണ്ട്, അതും കൂടെ ഒന്ന് ഇട്ടേക്കാം ഞാൻ. ഇപ്പം ഒന്ന് ഷോർട്ട് വീഡിയോ ആയിരിക്കും, ഒന്ന് ലോങ് വീഡിയോ ആയിരിക്കും ചിലപ്പോൾ. അപ്പോൾ ടാറ്റ.